വീണ്ടും ആ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. ശക്തമായ കനത്ത മഴയുണ്ട്. ഒപ്പം ആ ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മണ്ണിടിയുന്ന ആ മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക് വീണ്ടും കനത്ത മഴയെ തുടർന്ന് പാറകളും കല്ലുമൊക്കെ റോഡിലേക്ക് പതിച്ചു. അതോടൊപ്പം ഈ ഭാഗത്ത്, അതായത് ചുരത്തിന്റെ സൈഡ് ഭാഗത്ത് ശക്തമായ കുത്തൊഴുക്കുണ്ട്. ചെളിവെള്ളം കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഈ വെള്ളം കാണാം. ആ ഭാഗത്ത്, അതായത് നേരത്തെ മണ്ണിടിഞ്ഞുള്ള സ്ഥലത്താണ് വീണ്ടും ഇപ്പോൾ പാറയും ഒപ്പം വലിയ കല്ലുകളും മരങ്ങളും ഒക്കെ റോഡിലേക്ക് പതിച്ചത്. നിലവിൽ ആ ഭാഗത്ത് നിന്ന് പോലീസും ഫയർഫോഴ്സും ഒക്കെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. അല്പം മുൻപ് അവിടെ ഫയർഫോഴ്സ് വലിയൊരു ബാൻഡ് കെട്ടി തിരിച്ചിരുന്നു. എന്നാൽ പിന്നീടാണ് മഴ കനത്തത്. ഈ ഭാഗത്തൊക്കെ കാണാം ശക്തമായ മഴയുണ്ട്. ഈ ചുരത്തിന്റെ സൈഡിലുള്ള പാറയുടെ മുകളിലൂടെയൊക്കെ വെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ട്. റോഡ് ഇപ്പോൾ പകുതിയോളം തന്നെ റോഡ് പാറ വീണ് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല കനത്ത മഴയെ തുടർന്ന് മുകൾ ഭാഗത്തുള്ള പാറകളെല്ലാം തന്നെ ഇടിഞ്ഞ് റോഡിലേക്ക് വീണിരിക്കുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. അവിടെ ഫയർഫോഴ്സുകാരും ഒപ്പം വനംവകുപ്പും പോലീസും എല്ലാ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുണ്ട്. ചുരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ കൃത്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഏതായാലും ആളുകളെ ഈ ഭാഗത്തു നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നു. നിലവിൽ വയനാട് ചുരത്തിൽ ലക്കിടി ഭാഗത്തും ഒപ്പം അടിവാരം ഭാഗത്തുമൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. ആളുകളെ കടത്തിവിടുന്നില്ല. ചുരം അടച്ചിരിക്കുകയാണ്. ഗതാഗതത്തിന് നിരോധനമുണ്ട്. വയനാട് ചുരത്തിലേക്ക് വരുന്ന ആളുകൾ, കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന ആളുകൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് കുറ്റ്യാടി ചുരം വഴി പോകണം. അതോടൊപ്പം മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളുകൾ നാടുകാണി ചുരം വഴി പോകുകയും വേണം. നമുക്ക് കാണാം ഈ വെള്ളത്തിന്റെ ഒരു ശക്തി, ഈ വെള്ളം ഒഴുകുന്ന വെള്ളത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഇതാ ആ മുകൾ ഭാഗത്ത് നേരത്തെ മണ്ണിടിഞ്ഞ സ്ഥലത്താണ് വീണ്ടും മണ്ണിടിഞ്ഞ് ആ ഭാഗത്തേക്ക് റോഡിനരികിലേക്ക് പതിച്ചിരിക്കുന്നു. നേരത്തെ പോലീസ് കെട്ടിയിരിക്കുന്ന ബാൻഡിന്റെ മുകളിലേക്കൊക്കെ തന്നെ വലിയ പാറക്കഷ്ണങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ നൽകിയിരുന്നു. അതോടൊപ്പം ഈ ഭാഗത്ത് ചുരത്തിന്റെ ഇടതുഭാഗത്തുള്ള ഈ പാറയുടെ മുകളിൽ നിന്നൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളത്തിന്റെ നിറം മാറിയിട്ടുണ്ട്. നേരത്തെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് കലങ്ങിയിരിക്കുന്നുണ്ട്. അതിനർത്ഥം മുകൾ ഭാഗത്ത് എവിടെയോ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ കണക്ക് കൂട്ടൽ. അതനുസരിച്ച് ഈ ഭാഗത്ത് ആളുകളെ നിർത്താൻ അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ നിന്ന് ആളുകളെ മാറ്റുകയാണ്. ആളുകളുടെ സുരക്ഷയ്ക്കായി ഈ ഭാഗത്ത് നിന്ന് ഈ പ്രദേശത്ത് നിന്ന് ആളുകളോട് മാറാൻ പ്രദേശത്ത് അതിശക്തമായ മഴയുമുണ്ട്. മലവെള്ളപ്പാച്ചിലും അതുപോലെ റോഡിലേക്ക് കല്ലിടിഞ്ഞ് വീഴുന്നു. മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളത് ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യമുണ്ട്. തീർത്തും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് താമരശ്ശേരി ചുരത്തിലെ സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തുള്ള ശക്തമായ മഴയും അത് വലിയ വെല്ലുവിളി തന്നെയാണ്. എന്തായാലും ഇരുവശത്തു നിന്നും യാത്രക്കാരെ രാവിലെ തന്നെ യാത്രക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതുവഴി സഞ്ചരിക്കുന്നതിനുള്ള വില വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് കാണാം. മണ്ണും ചെളിയും ഉൾപ്പെടെയുള്ള മലവെള്ളപ്പാച്ചിൽ തന്നെ എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ എവിടെയോ മണ്ണിടിച്ചിലുണ്ടായോ എന്നുള്ളൊരു സൂചനയും കൂടി വരുന്നുണ്ട്. കുത്തിയൊലിച്ച് വരുന്ന മണ്ണും കല്ലും ചെളിയുമാണ് വരുന്നത്. ദീപക് മോഹനുണ്ട്. ദീപക്, വലിയ രീതിയിൽ അപകട ഭീഷണി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രദേശത്ത് പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ നിലവിലെ സാഹചര്യം എന്താണ്? വലിയ രീതിയിൽ മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ടല്ലേ? ആര്യ, നിലവിൽ കനത്ത മഴ തന്നെയാണ്. വലിയ മഴയെ തുടർന്നാണ് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വീണ്ടും മണ്ണിടിഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്തൊക്കെ ചുരത്തിന്റെ ഇടതുഭാഗത്തൊക്കെ തന്നെ വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യമുണ്ട്. ചുരം ബ്രിഗേഡിന്റെ ആളുകൾ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ ഭാഗത്തൊക്കെ ഇടിയുന്നെന്നാണ് പറയുന്നത്. ആ ഭാഗങ്ങൾ ഇടിയുന്ന ഈ വെള്ളം കലങ്ങി വരുന്നില്ല. ഈ വെള്ളം ഇങ്ങനെ കലങ്ങി വരില്ല. ഇത്രയൊക്കെ ശക്തമായിട്ട് കലങ്ങി വരില്ല. ഇപ്പം രാവിലെ ഇപ്പോൾ 2 മണ്ണ് 2 കല്ലുകളും കൂടി വീണ കണ്ടില്ലെങ്കിൽ അതൊക്കെ വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. പരമാവധി നമ്മൾ വേക്കോട്ട് നിന്ന് അത്രക്കും ബെറ്റർ ആയിരിക്കും. ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ചുരത്തിന്റെ ഭാഗത്ത് ഈ അരികിൽ, അതായത് ഈ കൈവരിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളൊക്കെയാണ്. ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചെളിയിൽ മൂടിയിരിക്കുകയാണ്. സാറേ, ഈ വണ്ടി ഒന്ന് മാറ്റാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കോ? ഈ വണ്ടി ആരുടേതാണ്? വണ്ടിയാണ് അന്ന് ആളുകളോട് നേരത്ത് മാറ്റാൻ അല്ലേ? എന്റെ വണ്ടിയാണ്. ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? ആര്യ, നമുക്ക് ഈ ഭാഗത്തേക്ക് ഭയപ്പെടുത്തുന്ന
ദൃശ്യങ്ങളാണ്. താമരശ്ശേരി ചുരത്തിൽ നിന്നും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു. അതുപോലെ തന്നെ കനത്ത മഴ തുടരുകയാണ്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തുകൂടി ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്.